ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ്. കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ മാജിക് ഇൻഗ്രീഡിയൻറ്റ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്. സോ ബാക്കിയെല്ലാം നോർമലി ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മാജിക് ഇൻഗ്രീഡിയൻറ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളം ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുന്നു. ഞാൻ ചപ്പാത്തി കുഴക്കുന്നതിന് വേണ്ടിയിട്ട് ബോയിൽഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. 2 കപ്പ് പൊടിയിൽ നിന്ന് നമുക്ക് ഏകദേശം മീഡിയം സൈസുള്ള ഒരു 8 ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. 2 കപ്പ് പൊടിക്ക് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് 1 കപ്പ് വാട്ടറാണ്. അത് പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ട് മാറും. സോ നമ്മൾ കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ വാട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പുമായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഈ വെള്ളം നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പൊടിയുമായി മിക്സ് ചെയ്യുന്നു. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിയുടെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം അത് നന്നായി കുഴച്ചെടുക്കുന്നു എന്നതിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോളം നമ്മൾ ചപ്പാത്തി മാവ് നന്നായി കുഴച്ച് അതൊരു സോഫ്റ്റ് പരുവത്തിലാക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇതിന് ശേഷം നമ്മളൊരു 10 തൊട്ട് 20 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം സോഫ്റ്റായ മാവിൽ നിന്ന് നമുക്ക് എത്രത്തോളം വലുപ്പമുള്ള ചപ്പാത്തിയാണോ വേണ്ടത് അത്രത്തോളം സൈസുള്ള ബോളുകളാക്കി നമ്മൾ മാറ്റി വയ്ക്കുന്നു. ഈ ബോളുകൾ സാധാരണ പൊടി വിതറി അതിൽ പൊടിയിലേക്ക് ഈ ബോളുകൾ മുക്കിയെടുത്തിട്ട് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയെടുക്കുമ്പോൾ വളരെയധികം നൈസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നൈസായി പോയാൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ചപ്പാത്തി പാൻ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ചൂടായതിനു ശേഷം ഓരോ ചപ്പാത്തിയായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ സൈഡിലും ഒരു 15 സെക്കൻഡോളം വെച്ച് നന്നായി കുമിളകളായിട്ട് വന്നു തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചപ്പാത്തി നേരിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള ചപ്പാത്തിയിൽ ചൂടുകൊണ്ടുള്ള നീരാവി വന്ന് അവിടെ നനവ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസിൻ്റെ മേലേക്കാണ് ചപ്പാത്തികൾ ഇട്ട് കൊടുക്കുന്നത്. ചൂട് കുറച്ച് മാറിയതിന് ശേഷം മാത്രം ഞാനത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തികളെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെയാണ് മാജിക് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയാലോ. ഞാനിവിടെ മാജിക് ഇൻഗ്രീഡിയൻ്റായിട്ട് ആഡ് ചെയ്തത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് നമ്മളുടെ ബാഡ് കൊളസ്ട്രോൾ അതായത് LDL കുറയ്ക്കാനും ഗുഡ് കൊളസ്ട്രോൾ HDL കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടാണ് വാട്ടർ ബോയിൽ ചെയ്ത് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിലിലെ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടൻറ്റ് തന്നെ നമ്മളുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഇങ്ങനെയാണ് നമ്മൾ കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനുള്ള മാജിക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.